എന്റെ മിസ്സേ, എന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് എന്നെ ഇനി വിളിക്കാൻ ആരും ബാക്കിയില്ല. അതുപോലെ ഇത് ഓൺലൈനായിട്ട് ഇതൊക്കെ എങ്ങനെയാ നടക്കുന്നത്? അതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ഒരുപാട് ഹാപ്പിയാണ് കുട്ടികൾ അതിലൊക്കെ. ഞാനൊരു ടീച്ചറായിരുന്നു, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റണില്ല. ഇങ്ങനെ ഒരുപാട് എനിക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ തന്നെ അറിഞ്ഞില്ല. ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. പ്രാക്ടീസ് കഴിഞ്ഞ് വരുമ്പോൾ അവൻ്റെ അടുത്ത് പറയും മിസ്സേ മിസ്സേ എന്നുള്ള വിളി കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അവർക്ക് ആ ഒരു റിസൾട്ട് വരുമ്പോഴാണ് നമുക്കും അവരുടെ ആ ഒരു റിസൾട്ട് വരുമ്പോൾ നമ്മുടെ റിസൾട്ട് വന്നതുപോലത്തെ ഒരു ഹാപ്പിനെസ് ആണ്. അതേപോലെ നമ്മുടെ ഇത് ജസ്റ്റ് ടീച്ചർ ആകുക എന്നല്ലാതിനപ്പുറം നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കോഴ്സും കൂടെയാണ്. ഒരു ഡേ കെയർ അല്ലെങ്കിൽ ഒരു പ്രീ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനും. വീട്ടമ്മമാര് മാത്രല്ല കേട്ടോ, ഏത് മേഖലയിലുള്ളവരും ഇപ്പൊ മോണ്ടിസറി കോഴ്സ് പഠിക്കുന്നു. ഇപ്പൊ എന്റെ ബാച്ചിലൊക്കെ ആണെങ്കിൽ 2-3 സിസ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ലൈവ് ക്ലാസ് ഒക്കെ വെക്കുമ്പോ മിസ്സേ എനിക്ക് പ്രയർ ആയിരുന്നു, ഞാനിപ്പോ ഓടി വരും അത് കട്ട് ചെയ്തിട്ട് ക്ലാസ് മിസ്സാവാതിരിക്കാൻ. അപ്പൊ ഏത് മേഖലയിൽ ഇപ്പൊ മോണ്ടിസറി എത്തി എന്നുള്ളതാണ്. പ്രൈമറി സ്കൂളിൽ അല്ലെങ്കിൽ ഒരു CBSE ICSE പോലുള്ള നല്ല സ്കൂളുകളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ കരിക്കുലം ചെയ്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ പലവരും ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് ഓഫ്ലൈൻ പഠിച്ച സ്റ്റുഡൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്ന് സ്കൂളുകളിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്യാൻ പറയാൻ പറ്റും. എക്സാമിൻ്റെ ഒക്കെ റിസൾട്ട് വരുമ്പോൾ അവർ നമ്മളെ വിളിച്ച് കരഞ്ഞു പറയുന്ന ആ ഒരു മൂമെൻ്റ് ഒക്കെ കേൾക്കുമ്പോൾ എന്താ പറയുക, നമ്മുടെ വീട്ടിലുള്ള ഒരു വ്യക്തി പറയുന്ന കണക്കാണ് നമുക്കത് ഫീൽ ചെയ്യാറുള്ളത്. പല സ്റ്റുഡൻസും പറയും ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ മാം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി, ഇതൊരു കോളേജ് ലൈഫ് പോലെയാണ്. അവർ വിചാരിച്ചിരുന്ന അവരുടെ ലൈഫ് ഒരു കല്യാണം കഴിഞ്ഞതോടുകൂടി അവരുടെ ലൈഫ് എൻഡ് ആയി, അതായത് എഡ്യൂക്കേഷണൽ ലൈഫ് അവരുടെ തീർന്നു. നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്തൊരു 2 മന്ത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു. ആളൊരു ഡിപ്രഷനിലേക്ക് പോയി. 2 കുട്ടികളുണ്ട്. അവിടെ നിന്ന് ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞത് മിസ്, ഈ ഒരു കോഴ്സ് കൊണ്ടിട്ടാണ് ഞാൻ റിക്കവർ ആയത്. കാരണം നമ്മൾ തരുന്ന ആക്ടിവിറ്റീസ്, ഓരോ ടാസ്കുകൾ എൻഗേജിങ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആദ്യ സമയത്ത് ആ കുട്ടി വിളിക്കുന്ന സമയത്ത് മാം എനിക്ക് എന്നെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അറിയില്ല, എനിക്ക് ഇങ്ങനെയാണ്. ലാസ്റ്റ് ടൈമിൽ ആ കുട്ടി വിളിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് മാം, എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് എൻട്രിയാണ്, എനിക്ക് എൻട്രിയോട് ഒരുപാട് നന്ദിയുണ്ട്. ഭയങ്കര എബിലിറ്റി ഉള്ള അല്ലെങ്കിൽ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരുപാട്. അപ്പം നമ്മൾ വിചാരിക്കും ഇവർ ജസ്റ്റ് ഒരു പേരൻസ് ആണ്, ഇവർക്ക് അത്രമാത്രം വലിയ പെർഫോമൻസ് ഒന്നും ചെയ്യാൻ അറിയില്ല. പക്ഷെ നമ്മൾ വെറും തെറ്റിദ്ധാരണയാണ്. കാരണം നന്നായി പെർഫോം ചെയ്യുന്ന നല്ല കാലിബറുള്ള ഒരുപാട് അമ്മമാർ നമ്മുടെ അല്ലെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ ഇടയിലുണ്ട്. അതിലൊക്കെ ഒരു ടോപ്പിക് എടുത്ത് അവർ പെർഫോം ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു എഫേർട്ട്, അത് ഓർഗനൈസ് ചെയ്യുന്ന രീതി, അതൊക്കെ ഭയങ്കര നമ്മൾ അതിശയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ചിലപ്പോൾ +2 ലൈഫ് കഴിഞ്ഞവരുണ്ടാവും, അല്ലെങ്കിൽ 10th കഴിഞ്ഞവരൊക്കെ ആയിരിക്കും ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അവർക്ക് ഇങ്ങനത്തെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞവർക്ക് മാത്രമാണ് ഈ ഒരു കോട്ടും ഗൗണൊക്കെ ഇട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു അവസരം ഉള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ ഇത്രയും കഷ്ടപ്പെട്ട് അവരുടെ വൈവ കഴിഞ്ഞു, എക്സാമൊക്കെ കഴിഞ്ഞ് അവർ ഈ ഒരു പ്രൗഡ് മൊമെന്റിലേക്ക് വരുമ്പോൾ പലവരും അവരുടെ കണ്ണുകൾ നിറയാറുണ്ട്. എനിക്ക് ഇത്രയും നല്ലൊരു അച്ചീവ്മെന്റ് കിട്ടിയത് എൻട്രിയിൽ നിന്നാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന്റെ ഫാമിലി എന്നുള്ള ഒരു സപ്പോർട്ട് തീരെ ഇല്ല. കുട്ടികളെ നോക്കുന്നില്ല. അസൈൻമെന്റ് എഴുതാനിരുന്നാലും കുട്ടികളെ പറ്റിയിട്ടുള്ള പരാതി, പരിഭവം. സനം നല്ലൊരു പ്രഷറിൽ നിൽക്കുന്ന സമയത്ത് എന്നെ വിളിച്ചു, സംസാരിച്ചു. നമ്മളുടെ ഭാഗത്തു നിന്ന് കിട്ടിയ, നമുക്കറിയില്ല, നമ്മൾ അവരോട് നോർമലാണ് സംസാരിക്കുന്നത്. പക്ഷെ അവർ പറയുന്നത് മിസ്സിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ഇതുണ്ട്. കുട്ടികളെ ഉറക്കിയിട്ട് രാത്രി 2 മണിക്കും 3 മണിക്കും വരെ ഇരുന്ന് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ആ ഒരു ലെവലിൽ എത്തണം എന്നുള്ള ഒരു എന്താ പറയുക, കുട്ടികളിൽ ഇൻസ്പിറേഷൻ ഉണ്ടായിട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. മിസ്, എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്. ആള് ഒരു 10 വർഷമായിട്ട് കരിയർ ഗ്യാപ്പുള്ള ഒരാളാണ്. അപ്പോൾ ആൾക്കിപ്പം റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് കരിയർ. അപ്പം ഞാൻ മോണ്ടിസോറി സജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് നന്നായിരിക്കുമോ? ഏറ്റവും നല്ലൊരു കോഴ്സാണ്. ഒരു കരിയർ ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും പറ്റുന്ന ഒരു കോഴ്സാണ് മോണ്ടിസോറി TTC എന്ന് പറഞ്ഞാൽ. കാരണം അവർക്ക് അവൈലബിൾ ആകുന്ന സമയത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാനും, അതേപോലെ എന്താ പറയുക, ഒരു ഗ്യാപ്പൊക്കെ കഴിഞ്ഞ് ജോയിൻ ചെയ്യുന്നവർക്ക് ഏറ്റവും എൻജോയബിൾ ആക്കി ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഡെയിലി ഒരു 1 hour ഒക്കെ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ക്ലാസ്സുകൾ കാണാനുള്ള, ഇന്നാപ്പ് ത്രൂ ആണ് നമ്മുടെ വീഡിയോസ് ഒക്കെ പോകുന്നത്, അങ്ങനെ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. വീക്ക്ലി വൺസ് ആണ് നമുക്കൊരു ലൈവ് സെഷൻ വരുന്നത്. അതിന് നമുക്ക് റെക്കോർഡിങ്ങും അവൈലബിൾ ആണ്. അപ്പോൾ ഇൻ കേസ് എങ്ങാനും എന്തെങ്കിലും രീതിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ അവർക്ക് റെക്കോർഡിംഗ് സെഷനും അവൈലബിൾ ആയിരിക്കും. ഒരുപാട് ജോലി സാധ്യതകൾ ഉള്ള ഒരു മേഖല കൂടിയാണ് മോണ്ടിസോറി TTC എന്ന് പറഞ്ഞാൽ. ഇപ്പം നമുക്കറിയാം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം പ്രൈമറി എഡ്യൂക്കേഷൻ കൊടുക്കണമെങ്കിൽ അത് മോണ്ടിസോറി കഴിഞ്ഞവരെയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ ഒരു കരിക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബ്ലെൻഡഡ് ആണ്. അതായത് മോണ്ടിസോറി സ്കൂളിലും വർക്ക് ചെയ്യാം, അതേപോലെ നമുക്കൊരു പ്രൈമറി സ്കൂളിൽ അല്ലെങ്കിൽ ഒരു CBSE ICSE പോലുള്ള നല്ല സ്കൂളുകളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ കരിക്കുലം ചെയ്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം.
ആൾക്ക് അസൈൻമെന്റിന്റെ കാര്യം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ ഒരു ബേർഡൻ ആവുമോ, അതൊക്കെ പറ്റുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ട് ആൾക്ക്. അപ്പൊ അത് അസൈൻമെന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ 4 സബ്ജക്റ്റുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ 4 സബ്ജക്റ്റിന് നമ്മൾ 4 പേപ്പറുകളായിട്ടാണ് അസൈൻമെന്റിനെ തിരിച്ചിട്ടുള്ളത്. നമുക്ക് കുറേം കൂടെ ആ ഒരു സബ്ജക്റ്റ് എത്രത്തോളം കംപ്രസ് ചെയ്തിട്ട് നമുക്കത് ആ ഒരു അസൈൻമെന്റ് നോക്കിയാൽ നമുക്ക് ആ ഒരു സബ്ജക്റ്റ് എന്താണ് എന്നുള്ള ഒരു ധാരണയൊക്കെ ഉണ്ടാവും. മാത്രമല്ല നമ്മളെല്ലാവരും നല്ല രീതിയിൽ ഈ മെന്റേഴ്സ് ആണെങ്കിലും ഫാക്കൽറ്റീസ് ആണെങ്കിലും ഒരു അസൈൻമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല രീതിയിലായിരിക്കും പ്രസന്റ് ചെയ്യുന്നതും ലൈവ് സെക്ഷൻ കൊടുക്കുന്നതും ഡിസ്കഷൻ സെക്ഷൻ കൊടുക്കുന്നതും എല്ലാം. ഇപ്പൊ നമ്മളിപ്പോ ഒരു അസൈൻമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത് അതിനെ പറ്റിയിട്ട് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി പിന്നെ പോകേണ്ട ഒരു സിറ്റുവേഷൻ വരാറില്ല. മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ഈ ഓഫ്ലൈനായിട്ട് സ്കൂളിൽ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ അവർ ചോദിക്കൂല നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് കുറേം കൂടെ ഓഫ്ലൈൻ എന്നുള്ള ആ ഒരു ഫീല് തന്നെയാണ് നമ്മൾ ഓൺലൈനിലും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം നമ്മുടെ അസൈൻമെന്റ്സിലൊക്കെ കൂടുതൽ നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് അവർ സ്കൂളിൽ ക്ലാസ് എടുക്കുന്നത്, ഒരു ഡെമോ എങ്ങനെയാണ് നമ്മൾ ഇവിടെ നിന്ന് കുട്ടികളെ പഠിപ്പിച്ച് അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കറക്ഷനൊക്കെ കൊടുത്ത് അങ്ങനെ നല്ല രീതിയിൽ മോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ വിടുന്നത്. അപ്പൊ അതുകൊണ്ട് അസൈൻമെന്റ് സെക്ഷൻ കഴിയുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ കോഴ്സ് കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിലും ഏറ്റവും ലൈറ്റായിട്ട് മനസ്സിലാക്കിച്ചു കൊടുക്കാൻ പറ്റുന്നുള്ളതാണ്. അസൈൻമെന്റ് അത്ര വലിയ ടഫായിട്ടുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ പലവരും ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് ഓഫ്ലൈൻ പഠിച്ച സ്റ്റുഡൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്ന് സ്കൂളുകളിൽ നിന്ന് നമ്മൾ കണക്ട് ചെയ്യാൻ പറയാൻ പറ്റും. അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ ഗൈഡുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോഴാണെങ്കിലും പറയാം നമ്മുടെ സ്റ്റുഡൻസ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്ന്. നമ്മൾ ഫ്രം ബിഗിനിങ് ഇറ്റ് സെൽഫ് അവരെ ഒരു ടീച്ചർ ആകാൻ വേണ്ടിയിട്ടുള്ള എല്ലാത്തരം ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു റൈം എങ്ങനെ പ്രസന്റ് ചെയ്യണം, സ്റ്റോറി എങ്ങനെ പ്രസന്റ് ചെയ്യണം, ഒരു ക്ലാസ് എങ്ങനെ എഫക്റ്റീവായിട്ട് എടുക്കണം, അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള തിങ്സ് തൊട്ട് നമ്മളത് ഫോക്കസ് ചെയ്തിട്ടാണ് അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്തൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഒരു ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സമയത്ത് തന്നെ അവരവിടെ പ്ലേസ്ഡ് ആവുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അതായത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആവുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മെന്റേഴ്സ് എന്ന രീതിയിൽ ഭയങ്കര ഹാപ്പിനെസ് ആണ് നമ്മുടെ അണ്ടറിൽ നിന്ന് പോകുന്ന കുട്ടികളൊക്കെ പ്ലേസ്ഡ് ആയെന്ന് പറയുന്നത്. അപ്പൊ എക്സാം ഒക്കെ എങ്ങനെയാ മിസ്സേ, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്? മാനേജ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് നല്ല ടെൻഷനുണ്ട്, ഓൺലൈൻ ആണ്, ഇത് എങ്ങനെയായിരിക്കും എക്സാം എന്നൊക്കെ നല്ല ടെൻഷനുണ്ട്. പക്ഷെ നമ്മൾ അവർക്ക് ഡേ ടൈമിലും എക്സാം നടക്കുന്നുണ്ട്, നൈറ്റും ഉണ്ട്. അവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഏത് സമയം വേണമെങ്കിലും അവർക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോൾ ഡേ ആണെങ്കിൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞതിന് ശേഷം അവർക്ക് ആ സമയത്ത് 2.5 മണിക്കൂർ നമുക്കിരുന്ന് എക്സാം എഴുതാം. നമ്മളെല്ലാ ഹെൽപ്പും ചെയ്ത് കൊടുക്കുന്നുണ്ട്. എക്സാമിന് മുന്നേ തന്നെ നമ്മൾ 4 സബ്ജക്റ്റിന്റെ ഓരോ യൂണിറ്റ് വൈസ് ഒരു റിവിഷൻ എക്സാം അവർക്ക് നടത്തുന്നുണ്ട്. അപ്പോൾ അതിലൂടെ അവർക്ക് മനസ്സിലാക്കി എങ്ങനെയാണ് എക്സാം പറ്റുന്നത്. അപ്പോൾ ആ റിവിഷൻ നടത്തുമ്പോൾ തന്നെ അവർ പഠിച്ച് അത് പോകുന്നുണ്ട്. അതിൻ്റെ കൂടെ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ എക്സാം നടത്തുമ്പോൾ ഡേയും നൈറ്റും എഴുതി ഈസി ആയിട്ട് നമ്മൾ പോകുന്നുണ്ട് എക്സാമൊക്കെ. എക്സാമിന്റെ ക്വാളിറ്റി നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് പോകുന്നത്. കാരണം പലവർക്കും ഒരു ധാരണ ഉണ്ടാവും ഓൺലൈൻ ത്രൂ ആണ് എക്സാം നടത്തുന്നത്, അപ്പോൾ കോപ്പി അടിക്കാം അല്ലെങ്കിൽ അതിന് എത്രമാത്രം വാലിഡ് ആണ് എന്നുള്ള പല രീതിയിലുള്ള സംശയങ്ങൾ നമ്മുടെ സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ പക്ക ഒരു നോർമൽ ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഓൺലൈൻ വരുമ്പോൾ. MCQ ടൈപ്പ് ഉണ്ടാവും, പാരഗ്രാഫ് ടൈപ്പ് ഉണ്ടാവും, essay ടൈപ്പ് ഉണ്ടാവും. ഈ ഒരു 3 സെക്ഷനായിട്ടാണ് നമ്മൾ എക്സാം നടത്തുന്നത്. ഓരോ ക്വസ്റ്റിന് നിശ്ചിതമായിട്ടുള്ള ഒരു സമയം ഉണ്ടാവും, ആ ടൈം പീരീഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷം എക്സാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്കാൻഡ് കോപ്പി നമ്മൾ മെയിൽ അയക്കണം. അതിനുശേഷം ഇതിന്റെ ഒറിജിനൽ കോപ്പി നമ്മൾ എക്സാം ഇവാലുവേഷന് ഭാഗമായിട്ട് അയക്കുകയും ചെയ്യണം. അപ്പോൾ ഈ സ്കാൻഡ് കോപ്പിയും അതേപോലെ ഈ ഒറിജിനൽ പേപ്പറും നമ്മൾ സെയിം തന്നെയാണോ എന്നൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് അസസ്മെന്റ് ഇവാലുവേഷനൊക്കെ നടത്തുന്നത്. അപ്പോൾ നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ഇതിന്റെ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു എക്സാം നമ്മൾ നടത്തുന്നത് എന്നുള്ളതാണ്. മെയിനായിട്ട് നമ്മുടെ ഈ കോഴ്സിന്റെ കുട്ടികൾ കൂടുതലായിട്ട് എടുക്കണം എന്നുള്ളതോ അല്ലെങ്കിൽ കുട്ടികൾക്ക് കൂടുതലായിട്ട് വന്നിട്ടുള്ളവർക്ക് പോലും ഒരു അട്രാക്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിന് മുന്നേ ഒരു 4 മാസത്തിന് ശേഷം നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് സ്കൂളുകളിൽ വിടുന്നുണ്ട്. ഈ കരിയർ ഗ്യാപ്പ് ഒക്കെ എടുത്ത് വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഒരു പ്രൊഫഷനാണ് അവരുടെ കയ്യിൽ കിട്ടുന്നത്. ഈ ഒരു 4 മാസ കാലയളവ് കൊണ്ടിട്ട് കിട്ടുന്നതാണ് അല്ലേ? അതെ. ഞാനത് ചോദിക്കാനിരിക്കുവായിരുന്നേ. ആള് ഇപ്പം ഓഫ്ലൈൻ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അപ്പൊ നമ്മൾ എങ്ങനെ ഈ ടീച്ചിങ് പ്രാക്ടീസ് ആൾക്ക് ഓക്കെ ആക്കി കൊടുക്കാൻ പറ്റും? ഓക്കെ, ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നമുക്ക് 22 ഡേയ്സ് ആണ് ടീച്ചിങ് പ്രാക്ടീസ് വരുന്നത്, ഡിപ്ലോമയ്ക്കും PGക്കും. PGക്ക് നമുക്ക് 2 ടീച്ചിങ് പ്രാക്ടീസ് വരുന്നുണ്ട്. ഡിപ്ലോമയുടെയും PGയുടെയും എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ കണക്ക് ബ്ലെൻഡഡ് ആയിട്ടുള്ള ഫസ്റ്റ് PGയുടെയും ഡിപ്ലോമയുടെയും വരുന്നത്. 22 ഡേയ്സും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അവർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്ന അവർ വെയിറ്റ് ചെയ്തിരുന്ന ഒരു മൂവ്മെന്റ് ആണ് ഈ 4th മന്ത് എന്ന് പറയുന്നത്. അവർക്ക് സ്കൂളിൽ തന്നെ പോയി ചെയ്യാൻ
ചെയ്യണം, കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ആ ഒരു സാരി ഉടുത്ത് സ്കൂളിൽ പോവുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഈ 4th മന്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോകാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ തന്നെയാണ് ഗൈഡായിട്ട് വരുന്നത്. മിസ്സിന്റെ പരിചയത്തിൽ ഇങ്ങനെ കരിയർ ഗ്യാപ്പ് ഉള്ള സ്റ്റുഡൻസ് ഉണ്ടോ? അവര് ഷുവർലി നമുക്ക് ഈ പറഞ്ഞ കണക്ക് 50 എബോവ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. അപ്പോൾ ആളെടുക്കുന്ന ആ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു റിസൾട്ട് വരുമ്പോഴാണ് നമുക്കും അവരുടെ ആ ഒരു റിസൾട്ട് വരുമ്പോൾ നമ്മുടെ റിസൾട്ട് വന്നതുപോലത്തെ ആ ഒരു ഹാപ്പിനെസ് ആണ്. എക്സാമിൻ്റെ ഒക്കെ റിസൾട്ട് വരുമ്പോൾ അവർ നമ്മളെ വിളിച്ച് കരഞ്ഞു പറയുന്ന ആ ഒരു മൂമെൻ്റ് ഒക്കെ കേൾക്കുമ്പോൾ എന്താ പറയുക, നമ്മുടെ വീട്ടിലുള്ള ഒരു വ്യക്തി പറയുന്ന കണക്കാണ് നമുക്കത് ഫീൽ ചെയ്യാറുള്ളത്. അവർക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു സന്തോഷം നമ്മുടെ സന്തോഷം തന്നെയാണ്. ഇതെത്ര പറഞ്ഞറിയിച്ചാലും നമുക്കത് ഭയങ്കര പല വാല്യൂ ഒരു സ്റ്റുഡൻസും പറയും ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ മാം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി, ഇതൊരു കോളേജ് ലൈഫ് പോലെയാണ്. അവർ വിചാരിച്ചിരുന്ന അവരുടെ ലൈഫ് ഒരു കല്യാണം കഴിഞ്ഞതോടുകൂടി അവരുടെ ലൈഫ് എൻഡായി, അതായത് എഡ്യൂക്കേഷണൽ ലൈഫ് അവരുടെ തീർന്നു, പിന്നെ എല്ലാം ഫാമിലി ലൈഫായിട്ട് പോവുകയാണെന്നാണ്. അതിൻ്റെ ഇടയിൽ ഇവർ ജോയിൻ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇവർ നല്ല നല്ല ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യുന്നു. അതേപോലെ നമുക്ക് ആർട്ട് ഫെസ്റ്റുകളൊക്കെ വരുന്നുണ്ട്, ഓൺലൈൻ ത്രൂ തന്നെ നമ്മൾ ആർട്ട് ഫെസ്റ്റുകൾ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നു. ഇതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അവരുടെ ആ ഒരു എക്സൈറ്റ്മെന്റ്, അവരുടെ ഒരു ഫീഡ്ബാക്ക് ഒക്കെ കേൾക്കുമ്പോൾ നമുക്കും അതിലേറെ സന്തോഷമാണ് ഉണ്ടാവുന്നത്. മറ്റൊരു പ്രത്യേകത, നമ്മൾ അവരുടെ കരിയർ മാത്രമല്ല ബിൽഡ് ചെയ്യുന്നത്, അവരുടെ ഫാമിലി ലൈഫും കൂടി എംപവർ ചെയ്യാനായിട്ട് ഈ ഒരു കോഴ്സ് സഹായിക്കുന്നുണ്ട്. ഞാനൊരു എക്സ്പീരിയൻസ് പറയാം മിസ്സേ. കഴിഞ്ഞ ആഴ്ച ഒരു കോള് വന്നിരുന്നു. നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്തൊരു 2 മന്ത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു. ആളൊരു ഡിപ്രഷനിലേക്ക് പോയി, 2 കുട്ടികളുണ്ട്. അവിടെ നിന്ന് ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, അത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ ആളെന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, മിസ്സേ ഈ ഒരു കോഴ്സ് കൊണ്ടിട്ടാണ് ഞാൻ റിക്കവർ ആയത്. കാരണം നമ്മൾ തരുന്ന ആക്ടിവിറ്റീസ്, ഓരോ ടാസ്കുകൾ എൻഗേജിങ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഈ ഒരു കോഴ്സ് എനിക്ക് എന്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ, ഹസ്ബൻഡ് നഷ്ടപ്പെട്ടതിന് ശേഷം എന്റെ ലൈഫ് പിന്നെ എന്താകുമായിരുന്നു? കുട്ടികളെ ഞാൻ എങ്ങനെ വളർത്തുമായിരുന്നു? എനിക്ക് പിന്നെ ഒന്നുമില്ലായിരുന്നു മിസ്സേ. ഞാൻ ഒരു സൂയിസൈഡ്, അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകുമായിരുന്നു. ലവ് മാരേജ് കൂടിയായിരുന്നു. അപ്പൊ അത്രയും ഡിപ്രഷൻ ഉണ്ട് ആൾക്ക്, ഫാമിലി സപ്പോർട്ട് ഇല്ല. ഈ ഒരു കോഴ്സ് കൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ചു നിന്നത്. മിസ്സേ, ഞാൻ വിളിച്ചത് ഇതൊന്നും പറയാനല്ല, ഞാൻ അടുത്ത മൺഡേ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യാണ്. അപ്പൊ എനിക്ക് എൻട്രി തന്ന ഒരു ഗിഫ്റ്റ് ആണ് ഈ ഒരു റീസ്റ്റാർട്ട് ചെയ്യാൻ, എന്റെ ലൈഫ് എനിക്ക് രണ്ടാമതൊന്ന് സ്ട്രക്ചർ ചെയ്യാൻ പറ്റിയത്, ഇതുപോലെ ഒരു കരിയർ സ്പേസ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പൊ ഇങ്ങനെയൊക്കെ കുട്ടികൾ വിളിച്ചു പറയുമ്പോൾ ആസ് എ ടീച്ചർ എന്ന നിലയിൽ നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇരട്ടിയാണ്. അതേപോലെ നമ്മുടെ വേറൊരു സ്റ്റുഡൻ്റ് ഉണ്ട്, ക്യാൻസർ ബാധിച്ച്, ചിലപ്പോൾ നിലാഫറിന് അറിയായിരിക്കും. ആ കുട്ടി ഡോക്ടർ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആവണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്തു. 6 മന്ത് ആണ്, അതിനുള്ളിൽ തന്നെ ഒന്ന് റിക്കവർ ആകാം, മെന്റലി ആ കുട്ടി ഒന്ന് ഓക്കെ ആകാം, കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് ജോയിൻ ആയതാണ്. ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തു, ഭയങ്കര ഹാപ്പിയാണ്. അവരുടെ റിക്കവർ ആയി എന്നാണ് പറയുന്നത്. മെന്റലി ആ ഒരു മെന്റൽ സ്റ്റേജിൽ നിന്നൊക്കെ മാറി ഒരു നോർമൽ ആളെ പോലെ തന്നെ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷെ ആദ്യ സമയത്ത് ആ കുട്ടി വിളിക്കുന്ന സമയത്ത്, മാം എനിക്ക് എന്നെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല, എനിക്ക് ഇങ്ങനെയാണ്, നമുക്ക് ആർക്കെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് അത് തന്നെ മനസ്സിലിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. ലാസ്റ്റ് ടൈമിൽ ആ കുട്ടി വിളിക്കുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് മാം, എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് എൻട്രിയാണ്, എനിക്ക് എൻട്രിയോട് ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ നമ്മളിൽ നിന്ന് ഒരു കുട്ടിക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു ലൈഫ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെ വലിയൊരു അച്ചീവ്മെന്റ്സ് ആണ് ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് നമുക്ക്. അതുപോലെ ഈ പ്രൊഫഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ആയതുകൊണ്ട് സ്കൂളിലെ കുട്ടികളെ മാത്രമല്ല, വീട്ടിലെ നമ്മുടെ കുടുംബന്മാരെയൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈസി ആകും എന്നുള്ളതാണ്. നമ്മുടെ ഒരു സബ്ജക്ട് സൈക്കോളജിയാണ്. അപ്പൊ ചില കുട്ടികളൊക്കെ പറയാറുണ്ട്, മിസ്സേ ആ സൈക്കോളജി പഠിച്ചതുകൊണ്ട് എന്റെ വീട്ടിൽ അത് വർക്ക്ഔട്ടായി, കുഞ്ഞുങ്ങളെയൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് എളുപ്പമാണ്, ആ പൊട്ടിത്തെറിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഒക്കെ മാറി ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നൊക്കെ പറയാറുണ്ട്. മിസ്സേ, പിന്നെ ആൾക്ക് പ്ലേസ്ഡ് ആവാൻ പറ്റുമല്ലോ അല്ലേ? കാരണം കരിയർ ഗ്യാപ്പ് വന്നത് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ആള് ടെൻസ്ഡ് ആണ്. അപ്പൊ പ്ലേസ്മെന്റ് എങ്ങനെയാ? നമ്മൾ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഒരു 2 മന്ത്സ് 3 മന്ത്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ ഓൾറെഡി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾ ഓവർ കേരള അല്ലെങ്കിൽ ഔട്ട്സൈഡ് അബ്രോഡ് കൺട്രീസിലേക്കൊക്കെ ഉള്ള ജെനുവിൻ ആയിട്ടുള്ള വേക്കൻസീസ് നമ്മൾ ആ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമൂലം കുട്ടികൾ അവർക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലേസ് ആണെങ്കിൽ അവർ അപ്ലൈ ചെയ്യുകയും സെലക്ട് ആകുന്നതുണ്ട്. മോസ്റ്റ്ലി എല്ലാവരും തന്നെ ഈ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അവരുടെ ഒരു സ്കില്ല് മനസ്സിലാക്കിയിട്ട് അവിടെ തന്നെ അടുത്ത വർഷത്തേക്ക് ജോയിൻ ആവണം എന്നൊക്കെ പറയാറുണ്ട്. അല്ലാതെ നമ്മൾ ഇതേപോലെ പ്ലേസ്മെന്റ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള ഹെൽപ്പിംഗ് സെന്റേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ എൻട്രീൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു കോഴ്സ് പഠിച്ച് എല്ലാവരും ലീവ് ചെയ്യുന്നതിനപ്പുറം ഈ ഒരു കോഴ്സിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടായിരിക്കണം, മെയിനായിട്ട് ജോബിൽ ഏർപ്പെടണം എന്നുള്ളതാണ് മെയിൻ ഫോക്കസ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു പ്ലേസ്മെന്റ് സെല്ല് തന്നെയുണ്ട്. അതായത് ഇവരുടെ റെസ്യൂമെ കറക്ഷൻ, അതേപോലെ റെസ്യൂമെ ബിൽഡിംഗ് സെഷൻ, എങ്ങനെ ഒരു റെസ്യൂമെ കറക്റ്റാക്കി ചെയ്യാം, അതുപോലെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻസ്, ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യേണ്ടത് ഏതൊക്കെ രീതിയിലാണ്, ഇങ്ങനെയുള്ള സെഷൻസിനൊപ്പം തന്നെ നമ്മൾ ഇതിന്റെ റെസ്യൂമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുകയും പ്രോപ്പർ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു പ്ലേസ്മെന്റ് സെല്ല് തന്നെ നമ്മുടെ ഇതിൽ എൻട്രിയിൽ തന്നെ ഉണ്ട്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കുറച്ച് വേക്കൻസീസ് ഒക്കെ വന്നപ്പോൾ സ്റ്റുഡൻസ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കൊടുത്ത ആ ഒരു ടാസ്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കൊടുത്തത് ഇതെന്തായാലും ആദ്യം കൊടുക്കുമ്പോൾ അവർ അത്ര സീരിയസ് ആയിട്ട് എടുക്കില്ല. അപ്പോൾ ആ ടാസ്കിൽ ചോദിച്ച ഓരോ ക്വസ്റ്റ്യൻസും അവിടെ ആ ഒരു ഇന്റർവ്യൂ ബോർഡിൽ ചോദിച്ചു. അവർ ആ ഒരു സന്തോഷം നമ്മളോട് വന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മിസ് ചോദിച്ച ഓരോ ക്വസ്റ്റ്യൻസും, നമുക്ക് ടാസ്ക് ആയിട്ട് തരുന്ന ഓരോ ക്വസ്റ്റ്യൻസും അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ അതിനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ വീക്ക്ലി വൺസ് ഒരു ആക്ടിവിറ്റി, ഒരു ടാസ്ക് ഒക്കെ കൊടുക്കും. ടാസ്ക് എന്ന് പറയുമ്പോൾ അവരെ കൊണ്ട് സംസാരിപ്പിക്കാനാണ്. അപ്പോൾ പല സ്റ്റുഡൻസും ഈ ബ്രേക്ക് ഒക്കെ എടുത്ത് വരുമ്പോൾ ഷൈ ആയിരിക്കും, അവർക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു മടി അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി, അവരുടെ ഷൈനസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ടാസ്ക് ഒക്കെ കൊടുക്കും. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരുടെ എല്ലാവരുടെയും ഐഡിയാസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ തോട്ട്സ് ഒക്കെ ഇവർക്ക് ചിലപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഭയങ്കര വികൃതിയായിട്ടുള്ള ഒരു കുട്ടീനെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യാം. അപ്പം എനിക്ക് ഉണ്ടാകുന്ന ഐഡിയ പോലെ ആയിരിക്കില്ല പനീസയ്ക്കോ നിലാഫറിനോ ഉണ്ടാകും. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെ ഐഡിയാസ് വെച്ചിട്ട് അവർക്കൊരു ഇന്റർവ്യൂവിന് വരുമ്പോൾ ഈ സെയിം ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഇതിന് സിമിലർ ആയിട്ടൊരു ക്വസ്റ്റ്യൻ വന്നാൽ അവർക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു സ്റ്റേജ് ഫിയർ മാറും. അപ്പോൾ നമുക്ക് ഓരോ ഇപ്പോൾ അസൈൻമെന്റ്സുകളാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആണെങ്കിലും ടാസ്കുകളാണെങ്കിലും നമ്മളൊരു 1 വീക്ക് ടൈം കൊടുക്കുന്നുണ്ട്. കാരണം ഓൾറെഡി അവർ ഫാമിലി സെറ്റിൽഡ് ആയിരിക്കും, അവർ ബിസി ഷെഡ്യൂൾഡ് ആയിരിക്കും, അല്ലെങ്കിൽ വർക്കിംഗ് വുമൻസ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഒരു 1 വീക്കിനുള്ളിൽ മാത്രം ഈ ഒരു ആക്ടിവിറ്റിയും ടാസ്കും കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടൈം കൂടി നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഒരു കരിക്കുലം എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ആണ്. എല്ലാം കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ കൊടുത്ത് ആ ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, കുട്ടികൾ ഈ ആക്ടിവിറ്റി ടാസ്ക് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു കറക്ഷൻ അവർ ഡെമോ ക്ലാസ് എടുക്കുമ്പോഴാവട്ടെ, ഒരു സ്റ്റോറി അല്ലെങ്കിൽ റൈം പ്രസന്റ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു തിരുത്ത് ആവശ്യമാണെങ്കിൽ കൃത്യമായിട്ട് നമ്മളത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രണ്ടാമത് അത് ചെയ്യിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് ആസ് എ ടീച്ചർ എന്ന നിലയിൽ അവരുടെ പ്രൊഫഷൻ എങ്ങനെ കുറച്ചും കൂടി ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ പെർഫോം ചെയ്യാം, ഒരു ഇന്റർവ്യൂ ബോർഡിനെ എങ്ങനെ അഭിമുഖീകരിക്കാം എന്നിങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ അവർക്ക് ഈ ഒരു കോഴ്സിന് ഇൻബിറ്റിനെ മനസ്സിലാകുന്നുണ്ട്. മിസ്, ഈ ആർട്ട് ഫെസ്റ്റ് എന്ന് ഞാൻ കേട്ടത് നമ്മൾ റെഗുലർ കോളേജിലുള്ള സംഭവം നമ്മൾ കൊടുക്കുന്നെന്ന് പറയുമ്പോൾ എനിക്ക് അത് എന്നും ഫുൾ അറിയണമെന്നുണ്ടായിരുന്നു. ഓൺലൈൻ ആണ്. പക്ഷെ ഒരിക്കലും അവർക്ക് ഫീൽ ചെയ്യില്ല. ആ ഒരു 1 വീക്ക് ടൈം അവരെന്താ പറയുക, ഫുൾ ടൈം ഫോണിലാന്ന് പറയും. ഫാമിലിയൊക്കെ വിട്ട് അവർ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ്. നമ്മളവിടെ ഇൻഡിവിജ്വൽ പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട്, ഗ്രൂപ്പ് ഇവന്റ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവരത് പെർഫോം ചെയ്ത് ഇവർക്ക് പ്രൈസ് ഒക്കെ കിട്ടിയാൽ നമ്മൾ സർട്ടിഫിക്കറ്റ്സ് വരെ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അത്രയും ഭയങ്കര ഒരു മൊമെന്റ് ആണ്. അത് ആർട്ട് ഫെസ്റ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഫീഡ്ബാക്കുകളാണ് വരുന്നത്. ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു, ഞാൻ കുറേ കാലങ്ങളെത്തി, ഞാൻ നല്ലൊരു ഡാൻസർ ആയിരുന്നു പക്ഷെ എനിക്ക് പെർഫോം ചെയ്യാനൊരു അവസരം ഇല്ലാതിരിക്കായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു സിംഗറാണ് പക്ഷേ എന്നെ മോട്ടിവേറ്റ് ചെയ്ത എൻ്റെ മെൻറ്റേഴ്സാണ്, ഇപ്പോഴാണ് എനിക്കത് പെർഫോം ചെയ്യാൻ കിട്ടിയൊരു വേദി. ഞാനതിൽ ഭയങ്കര സന്തോഷമാണ്. എല്ലാ മെൻറ്റേഴ്സിനോടും താങ്ക്സ് പറയാറുണ്ട്. ഭയങ്കര എൻജോയബിൾ ആണ്. അതാ നമുക്ക് ആ ഒരു ഇതിലേക്ക് നമുക്ക് തന്നെ മനസ്സിലാവും. കാരണം ഒരു ഗ്രൂപ്പിൽ വരുന്ന 500-600 മെസ്സേജാണ് ഒരു വിത്തിൻ ഒരു 10 മിനിറ്റ്സിലൊക്കെ വരുന്നത്. കാരണം അത്രയും ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആയിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാവുക. അപ്പൊ അവരുടെ കഴിവ്, സ്കില്ല് പുറത്തേക്ക് വരാനും കിട്ടുന്ന ഒരു അവസരമാണ്. അപ്പൊ അത് അവർ മാക്സിമം എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. മാത്രല്ല, ഈ ആർട്ട് ഫെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ആർട്ട് ഫെസ്റ്റിന് തുടക്കവും ഒടുക്കവും ഉണ്ട്. അതിന്റെ നടുക്ക് മാത്രമാണ് ആർട്ട് ഫെസ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമുകൾ, കാര്യങ്ങളൊക്കെ നടക്കുക. ഈ സ്റ്റാർട്ടിങ്ങിൽ കുട്ടികൾക്ക് എപ്പോഴും ക്യൂരിയോസിറ്റിയാണ് എന്താ അപ്പുറത്ത് നടക്കാൻ പോകുന്നത് എന്നുള്ളത്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കലാശക്കൊട്ട് എന്ന് പറഞ്ഞ് നമ്മളൊരു ടൈം നമ്മൾ അവർക്ക് കൊടുത്തേക്കാണ്. ആ ഒരു ടൈമിലാണ് അത് മെന്റേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് ചിലപ്പോൾ വീട്ടിൽ ഒരാളെ പോലെയുള്ള ഒരു ഫീലാണ് വരിക എന്നുള്ളത്. ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര എബിലിറ്റി ഉള്ള അല്ലെങ്കിൽ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരുപാട്. ഇപ്പൊ നമ്മൾ വിചാരിക്കും ഇവര് ജസ്റ്റ് ഒരു പേരൻസ് ആണ്, ഇവർക്ക് അത്രമാത്രം വലിയ പെർഫോമൻസ് ചെയ്യാൻ അറിയില്ല. പക്ഷെ നമ്മൾ വെറും തെറ്റിദ്ധാരണയാണ്. കാരണം നന്നായി പെർഫോം ചെയ്യുന്ന നല്ല കാലിബറുള്ള ഒരുപാട് അമ്മമാര് നമ്മുടെ, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ ഇടയിലുണ്ട്. അത് നമ്മൾ അപ്പോഴാണ് തിരിച്ചറിയുക. ഈവൻ നമ്മൾ തന്നെ അതിശയിക്കുന്ന ഒരുപാട് പെർഫോമൻസ് നമുക്ക് അതിൽ കാണാൻ സാധിക്കും. അതിൽ തന്നെ നമ്മൾ ടീച്ചിങ് എ ലെസൺ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ടോപ്പിക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ ഒരു ടോപ്പിക് എടുത്ത് അവർ പെർഫോം ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ആ ഒരു എഫേർട്ട്, അത് ഓർഗനൈസ് ചെയ്യുന്ന രീതി, അതൊക്കെ ഭയങ്കര നമ്മൾ അതിശയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്.
ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂമെന്റ് എന്ന് പറയുന്ന ആ ഒരു ചെസ് നമ്പർ ആണ്. അത് നമ്മളൊരു കോളേജില് അല്ലെ, സ്കൂള് എന്നൊക്കെ പറഞ്ഞ ആ ഒരു മൂമെന്റ് വരെ നമ്മുടെ ഇവിടെ അവർക്ക് കൊടുക്കുമ്പോൾ അവർ പറയാം, നമ്മളത് സ്റ്റാർട്ടിങ്ങിൽ പറയുമ്പോൾ ഇവർ വിശ്വസിക്കില്ല കേട്ടോ. ആ ഒരു മൂമെന്റ് വരുമ്പോഴാണ് അയ്യോ മിസ്സേ ഇത്രയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു അതായത് ഡേ ആണ്. ഒരാള് തന്നെ 3 പ്രോഗ്രാമിനോ 4 പ്രോഗ്രാമിനൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ റൂമിൽ നിന്ന് മാറി അടുത്ത റൂമിൽ പോകുമ്പോഴേക്ക് ഇത് Yes, ചെസ് yes. നമ്പർ മാറ്റാന്നൊക്കെ പറയുമ്പോൾ അതേപോലെ അത് വിളിക്കുന്നുണ്ടോ നമ്മൾ കേട്ട് ഓൺലൈനാണ് നിൽക്കുക. പഠിക്കുന്നതെങ്കിൽ പറയുകയാണെങ്കിൽ പോലും ഒരു ഓഫ്ലൈൻ രീതികൾ തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു പോകുന്നത്. അപ്പൊ നമ്മൾ atmosphere ആണ് വർക്ക്ഷോപ്പ് കൊടുക്കുന്നത്. കണ്ടക്ട് ചെയ്യും, ഭയങ്കര എഫക്റ്റീവ് ആണ്. കാരണം ഒരു കുറേ നാളത്തെ ഒരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ അല്ലെങ്കിൽ ഫ്രണ്ട്സുകളെ മീറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിന്ന് വരുന്നവരായിരിക്കും എല്ലാവരും. ഇവരെല്ലാവരും ജോയിൻ ചെയ്യുമ്പം നമ്മളാണെങ്കിലും നല്ല സപ്പോർട്ടീവ് ആണ്, നല്ല ഫ്രണ്ട്ലി ആണ്. ഒരു ടീച്ചർ സ്റ്റുഡൻറ്റിനപ്പുറം നമ്മൾ അവർക്ക് എന്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്, ഗെയിംസുകൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പോകുമ്പോൾ പറയും, മാം ഇത്രയും നല്ലൊരു സെഷനാണ് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, ഞങ്ങളുടെ ഇത്രയും നാളത്തെ ജീവിതത്തിൽ ഞങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്ത ഒരു മൊമെന്റ് ഈ വർക്ക്ഷോപ്പാണ്. കാരണം അതിൽ മുഖ്യ പങ്ക് കൊടുക്കുന്നത് ഷറഫുദ്ദീൻ സാറിന്റെ ക്ലാസ് ആണ്. സാറ് ഭയങ്കര എഫക്റ്റീവായിട്ട് ക്ലാസ് എടുക്കും. അതേപോലെ ഭയങ്കര എന്താ പറയാ, ഒരു എൻജോയിങ് ആയിട്ടുള്ള കുറെ ഗെയിംസുകളും ആക്ടിവിറ്റീസിലൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പൊ അവര് ഇത്രയും നാൾ ഈ അടുക്കളയിൽ നിന്ന് മാറിയിട്ട് അവരൊന്ന് എൻജോയ് ചെയ്യാനും ഒരുപാട് ചിരിക്കാനും ചിരിച്ചിരിച്ച് വയറുവേദനിക്കുക എന്നൊക്കെ പറയുന്ന അതെ. ലെവലിലേക്ക് കുട്ടികൾ Morning to എത്തിപ്പെടുന്നത്. മോർണിംഗ് evening. ടു ഈവനിങ് വരെ ഒരു ഡേ നമ്മുടെ എൻട്രിയിൽ തന്നെയാണ് നമ്മൾ കൂടുതലും അത് നടത്തുന്നത്. മിസ് അപ്പം നമ്മുടെ ഈ ഓഫ്ലൈൻ കോഴ്സസ് ഒക്കെ പോലെ തന്നെ കോൺവെക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് ഇവിടെ. യെസ് നമ്മുടെ ഇതില് കോൺവെക്കേഷൻ ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആണ് ഈ കോട്ടും ഗൗണൊക്കെ ഇട്ടിട്ട്. കാരണം ചിലപ്പോൾ +2 ലൈഫ് കഴിഞ്ഞവരുണ്ടാവും, അല്ലെങ്കിൽ 10th കഴിഞ്ഞവരൊക്കെ ആയിരിക്കും ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അവർക്ക് ഇങ്ങനത്തെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞവർക്ക് മാത്രമാണ് ഈ ഒരു കോട്ടും ഗൗണൊക്കെ ഇട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു അവസരം ഉള്ളത്. അപ്പൊ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ ഇത്രയും കഷ്ടപ്പെട്ട് അവരുടെ വൈവ കഴിഞ്ഞു, എക്സാം ഒക്കെ കഴിഞ്ഞ് അവർ ഈ ഒരു പ്രൗഡ് മൊമെന്റിലേക്ക് വരുമ്പോൾ പലവരും അവരുടെ കണ്ണുകൾ നിറയാറുണ്ട്. എനിക്ക് ഇത്രയും നല്ലൊരു അച്ചീവ്മെന്റ് കിട്ടിയത് എൻട്രിയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൗഡ് മൊമെന്റ് എനിക്ക് കിട്ടിയതിൽ എല്ലാ മെന്റേഴ്സിനോട് നന്ദിയുണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അതേപോലെ എബ്രോഡിൽ നിന്ന് 1 ഡേക്ക് ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വരുന്നവരുണ്ട്. എല്ലാ ദിവസവും വിളിച്ചിട്ട് മിസ്സേ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യട്ടെ, ഫ്ലൈറ്റ് ബുക്ക് ചെയ്യട്ടെ Exam ഇങ്ങനെ കഴിഞ്ഞ ഉടനെ ചോദിക്കുന്ന വിളിക്കും. കുട്ടികളുണ്ട്. എക്സാം കഴിഞ്ഞാൽ തൊട്ട് അവരുടെ ഫസ്റ്റ് മെസ്സേജ് ആയിരിക്കും, മാം എന്നാ കോൺവെക്കേഷൻ, എന്നാണ് ആ ഡേറ്റ് വരുന്നത്. അവർക്ക് അതാണ് അറിയേണ്ടത്, അവർക്കാണ് ഡേറ്റ് അതാണ് എന്താണ്. അല്ല, ഇൻട്രോ തൊട്ടേ ചോദിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, ഞങ്ങളുടെ ആ ഒരു ഡേറ്റ് ഇപ്പൊ എപ്പോഴാന്ന് നമ്മുടെ പറയോ. ഇതിന്റെ ഒരു വീഡിയോ ഔട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാരും ഇത് കണ്ടിട്ട് തന്നെ ചോദിക്കുന്നുണ്ട്, മാം എന്നാ ഇത് ആർട്ട് ഫെസ്റ്റ് എന്നാ തുടങ്ങുന്നത്. കാരണം നമ്മൾ ആർട്ട് ഫെസ്റ്റ് ഒക്കെ ലൈവായിട്ട് തന്നെ എൻട്രി യൂട്യൂബ് ലൈവ് ത്രൂ ആണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ ചോദിക്കും, മാം ആർട്ട് ഫെസ്റ്റ് ആണ്. അല്ലെങ്കിൽ നമ്മുടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അഡ്മിഷൻ എടുക്കുന്നവരുണ്ട്. അപ്പൊ അവർ ഇതൊക്കെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. മാത്രമല്ല അങ്ങനെ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത്ര ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് ഭയങ്കര വൈകാരികമായിട്ടൊക്കെ സംസാരിച്ചു പോകുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഓരോ മെന്റേഴ്സിനും അറിയാം അവരുടെ കടന്നു വന്നിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, ഇപ്പൊ ഒരുപാട് കുട്ടികളൊക്കെ ഈ പറഞ്ഞ പോലെ എക്സാം കഴിഞ്ഞ് പോകുമ്പോഴും ആ ഒരു എന്താ പറയാ, ആ ഒരു പ്രൗഡ് മൊമെന്റ് അവരുടെ ഫാമിലിയുടെ ഫ്രണ്ടിൽ, അല്ലെങ്കിൽ ഇപ്പം എനിക്കൊരു എക്സ്പീരിയൻസ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഒരു സ്റ്റുഡൻറ്റ്, അപ്പം പുള്ളിക്കാരിക്ക് ഹസ്ബൻഡിന്റെ വീട്ടിൽ ചെന്നു, കുറച്ച് ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളുകളായിരുന്നു. പക്ഷെ പിന്നീടുള്ള പഠനം കുറച്ചധികം ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. പിന്നെ ഹസ്ബൻഡ് അബ്രോഡിക്ക് പോയി, ആളെ വിസിറ്റിൽ അവിടെ കൊണ്ടുപോയി. 3 മാസം കൊണ്ടിട്ടാണ് ആൾ അവിടെ ചെന്ന് ഹസ്ബൻഡിനെ കൺവിൻസ് ചെയ്യിച്ചിട്ട് ഈ ഒരു കോഴ്സ് എടുത്തിട്ടൊക്കെ വന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആൾക്ക് അവിടെ നിന്നിട്ട് കോഴ്സ് അറ്റൻഡ് ചെയ്ത് ഒരു 3 മന്ത്സേ ആക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോഴേക്കും ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഹസ്ബൻഡിന്റെ ഫാമിലി എന്നുള്ള ആ ഒരു സപ്പോർട്ട് തീരെ ഇല്ല. കുട്ടികളെ നോക്കുന്നില്ല. അസൈൻമെന്റ് എഴുതാനിരുന്നാലും കുട്ടികളെ പറ്റിയിട്ടുള്ള പരാതി, പരിഭവം. സനം നല്ലൊരു പ്രഷറിൽ നിൽക്കുന്ന സമയത്ത് എന്നെ വിളിച്ചു, സംസാരിച്ചു. നമ്മളുടെ ഭാഗത്തുനിന്ന് കിട്ടിയ നമുക്കറിയില്ല, നമ്മൾ അവരോട് നോർമലാണ് സംസാരിക്കുന്നത്. പക്ഷെ അവർ പറയുന്നത്, മിസ്സിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ഇതുണ്ട്, കുട്ടികളെ ഉറക്കിയിട്ട് രാത്രി 2 മണിക്കും 3 മണിക്കും വരെ ഇരുന്ന് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ആ ഒരു ലെവലിൽ എത്തണം എന്നുള്ള ഒരു എന്താ പറയാ, കുട്ടികളിൽ ഇൻസ്പിറേഷൻ ഉണ്ടായിട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ശരിക്കും പറഞ്ഞത് ആ ഗ്രൂപ്പിലുള്ള കുട്ടികളാണ് എന്നോട് പറയുന്ന, മിസ്സേ അയാൾ ഇങ്ങനെ ചെയ്തു, മിസ് പറഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്കത് കേൾക്കുമ്പോൾ സന്തോഷമാണ്. അപ്പൊ എക്സ്പീരിയൻസ് വൈസ് മീൻസ് കുട്ടികളിൽ ഇങ്ങനെയും കഷ്ടപ്പെട്ട് അതിനു വേണ്ടി മാത്രം ഇരിക്കുന്ന കുട്ടികളുണ്ട് എന്നുള്ളത് അറിയാം. ഇതേപോലെ സെയിം ഒരു കേസ് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞു, വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്, ആരുടെയും സപ്പോർട്ടൊന്നുമില്ല, ഒരു റെസ്പെക്റ്റ് ഇല്ലാത്തൊരു ഇതായിരുന്നു. ഈ ഒരു കോഴ്സിലേക്ക് വന്നു, വിത്തിൻ ഒരു 6 മന്ത് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്ക് പ്ലേസ്മെന്റ് ആയി. വീട്ടിൽ ഭയങ്കര എന്താ, ഒരു ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ
ഫ്രണ്ട്സിന്റെ ഇടയിലും ഫാമിലിന്റെ ഇടയിലും ഒരു ടീച്ചർ പൊസിഷനിലേക്ക് വന്നപ്പോൾ ഭയങ്കര റെസ്പെക്ട്. അതേപോലെ തന്നെ ഹസ്ബൻഡ് എബ്രോഡായിരുന്നു, എബ്രോഡിലായി, ഇപ്പൊ അവരവിടെ സെറ്റിലാണ്. പല കുട്ടികളും ഇപ്പൊ എക്സാം പാസ്സാവുന്നു, കോൺവെക്കേഷൻ നടക്കുന്നു, പ്ലേസ്മെന്റ് കിട്ടുന്നു, ആദ്യം വിളിക്കുന്ന ഞങ്ങൾ മെന്റേഴ്സിനെ ആയിരിക്കും. മിസ്സേ, ഞാൻ മിസ്സിനോട് പറഞ്ഞിട്ട് എന്റെ ഹസ്ബൻഡിനോട് പോലും ഷെയർ ചെയ്യുള്ളൂ. പക്ഷെ നമ്മള് ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയുന്ന പോലെ അവരുടെ ഒരു ഫാമിലി മെമ്പർ പോലെയാണ് പല കുട്ടികളും. നമുക്ക് ആ ഒരു ഇത് മനസ്സിലാവില്ല, നമ്മൾ ഒത്തിരി കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നു. പക്ഷെ പലവർക്കും ഭയങ്കര സ്പെഷ്യൽ ആണ് ടീച്ചേഴ്സ് എന്നുള്ളതാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറെ ഗ്യാപ്പ് എടുത്തിട്ട് വരുന്നവരാണ്. അപ്പൊ അവർക്ക് വീട്ടിലിങ്ങനെ ഇരിക്കുന്ന കുട്ടീനെ കാണുന്നു, ഹസ്ബൻഡിനെ കാണുന്നു, അല്ലെങ്കിൽ ഫാമിലി അറൗണ്ടിനെ കാണുന്നുള്ളൂ. ഈ ഒരു ക്രൗഡിലേക്ക് വരുമ്പോഴത്തേക്ക് അവർക്ക് എന്തോ ഒരു സ്പെഷ്യൽ ആയിട്ട് എന്തോ കിട്ടുന്നത് പോലെയാണ്. അതേപോലെ തന്നെ നമുക്ക് സ്പെഷ്യൽ കിഡ്സിന്റെ പാരന്റ്സും നമ്മുടെ ഈ ഒരു കോഴ്സിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് സ്പെഷ്യലായിട്ട് പറയാന്ന് പറഞ്ഞാൽ അവരെടുക്കുന്ന അവർ കുറെ കുട്ടികളിൽ ആ ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ് അവർ ഈ കോഴ്സ് സെലക്ട് ചെയ്യുന്നത് തന്നെ. പക്ഷെ അവർ രണ്ടുപേര് ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു 2 സ്റ്റുഡൻസും പ്ലേസ്ഡ് ആയിട്ടുണ്ട് സ്കൂളിൽ. അപ്പൊ അവർക്ക് ആ ഒരു സ്പെഷ്യൽ എന്താ പറയാ ആ ഒരു എഫേർട്ട് എടുത്തിട്ടാണ് അവരത് സക്സസ് ആയിരിക്കുന്നത്. അതൊക്കെ ഭയങ്കര നമുക്ക് എൻട്രീനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അച്ചീവ്മെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ലാസ്റ്റ് മന്തില് ഒരു സ്റ്റുഡന്റിന്റെ ഹസ്ബൻഡ് വിളിക്കണ്ടേ, ആള് പറഞ്ഞത് എൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷൈ ആണ്, ഒരു കാര്യത്തിൽ ഇടപെടില്ല, എനിക്ക് ഒരു പുറത്ത് കൊണ്ടുപോകാൻ ഭയങ്കര മടിയാണ്, ആളൊന്നിനും ഒരാളുടെ അടുത്ത് മിങ്കിൾ ചെയ്യാൻ പോലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. പക്ഷെ ഈ ഒരു കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് ആൾക്കുണ്ടായ ചേഞ്ചസ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിൽ ഞാൻ എൻട്രീനോട് താങ്ക്സ് പറയുകയാണ്. കാരണം അവളിപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരുടെ അടുത്തും നന്നായി സ്മൈൽ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. ടീച്ചിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ ഒരുപാട് കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്തപ്പോൾ ഫുൾ ആളുടെ ഒരു ക്യാരക്ടറിൽ തന്നെ ചേഞ്ച് ആയി എന്ന് പറഞ്ഞ ഒരു കേസും കൂടെ ഈ അടുത്ത് ഹസ്ബൻഡ് നമ്മളെ വിളിച്ച് താങ്ക്സ് പറയുമ്പോൾ നമുക്ക് ഭയങ്കര എന്തൊരു ചേഞ്ചസ് ആണ് നമ്മൾ അവരുടെ ലൈഫിൽ ഉണ്ടാക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര നമ്മൾ പോലും അറിയുന്നില്ല നമുക്ക് അത്രയും പറ്റുന്നത്. നമ്മുടെ സിലബസിന് പുറമെ ഈ പറയുന്ന പോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഗോൾ സെറ്റിംഗ് പോലെയുള്ള ലൈവ് സെക്ഷൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ചില കുട്ടികളൊക്കെ പറയാറുണ്ട്, മിസ് ഇതിനു മുന്നേ ഞാൻ ഓഫ്ലൈൻ ആയിട്ട് ചില പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് അവിടെ കിട്ടാത്ത സംഗതികൾ പലതും ഓൺലൈനായിട്ട് എനിക്ക് ഇവിടെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. അത് വളരെയധികം ഡിഫറൻസ് ഉണ്ട്. പല കുട്ടികളും അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാറുണ്ട്. ആർട്ട് ഫെസ്റ്റ് കഴിയുമ്പോഴാണെങ്കിൽ എന്റെ മിസ്സേ എന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് എന്നെ ഇനി വിളിക്കാൻ ആരും ബാക്കിയില്ല. അതുപോലെ ഇത് ഓൺലൈനായിട്ട് ഇതൊക്കെ എങ്ങനെയാ നടക്കുന്നത്? അതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്. ഒരുപാട് ഹാപ്പിയാണ് കുട്ടികൾ അതിലൊക്കെ. കുറെ പേര് ഇങ്ങനെ പറയും, മാം ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്തപ്പോൾ ഓൺലൈൻ ത്രൂ ആണ് പഠിച്ചത്, അപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് പറയും ഓൺലൈൻ പഠിച്ചു കഴിഞ്ഞാൽ ജോലിയൊന്നും കിട്ടില്ല, അതിന് അത്രമാത്രം ഒരു ഇതൊന്നും ഇല്ല, വാല്യൂ ഒന്നും ഉണ്ടാവില്ല, അബ്രോഡ് കിട്ടില്ല, അറ്റസ്റ്റേഷൻ നടക്കില്ല, ഇങ്ങനെ പല പരാതികളും പറഞ്ഞ് ഇവരെ ഡീമോട്ടിവേറ്റ് ചെയ്ത ഒരു പറ്റം ആൾക്കാരുണ്ടാവും ഇങ്ങനെ ക്രിഞ്ചടിപ്പിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോൾ ജോലിയിലേക്ക് കയറി കഴിയുമ്പോൾ ഇതെങ്ങനെ എനിക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണം, എന്താണ് ഈ പറഞ്ഞവര് തന്നെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യണം, ഇപ്പൊ എനിക്ക് ഭയങ്കര ഹാപ്പിയാ മാം. അവരെന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാൻ എങ്ങനെ എൻട്രിയിലേക്ക് ജോയിൻ ചെയ്യണേന്ന് ചോദിച്ചു വന്നവര് വരെ ഉണ്ട്. അത് ഒരുപാട് കുട്ടികൾ പറയാറുണ്ട് കേട്ടോ. ഞാനൊരു ടീച്ചറായെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റണില്ല. ഇങ്ങനെ ഒരുപാട് എനിക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഞാൻ തന്നെ അറിഞ്ഞില്ല. ഒരുപാട് താങ്ക്സ് ഒക്കെ പറഞ്ഞു. പ്രാക്ടീസ് കഴിഞ്ഞ് വരുമ്പോ എൻ്റെ അടുത്ത് പറയും മിസ്സേ മിസ്സേ എന്നുള്ള വിളി കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ലോകത്ത് പോയാലും എവിടെങ്കിലും ഒക്കെ ഒരു കണക്ഷൻ എവിടെങ്കിലും ഉണ്ടാവും. അപ്പൊ അത് വല്ലാതെ മിസ് ചെയ്യാന്ന് പറയുന്ന ഒരു സ്റ്റുഡൻസുകൾ നമ്മുടെ ബാച്ചസിൽ പ്രിൻസിപ്പൽ ആയിട്ടുള്ള 2 സ്റ്റുഡൻസ് ഉണ്ട്. അയ്യോ, അതിൽ ഒരാൾ ഭയങ്കര എന്താ പറയാ ഭയങ്കര കോമഡിയാണ്. കോമഡി എന്ന് പറയാ ഒരു പ്രിൻസിപ്പൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്നു. ആ സ്റ്റുഡൻറ് എന്താ പറയാ ഭയങ്കര എനർജി, അതേപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ്. ആ കുട്ടി ആ ഒരു ബാച്ചിന് കൊടുക്കുന്ന ഒരു വൈബ് അത് ഭയങ്കരമായിട്ടുള്ള ഒരു നല്ലൊരു കാര്യമാണ്. അതേപോലെ നമ്മുടെ ഇത് ജസ്റ്റ് ടീച്ചർ ആകുക എന്നല്ലാതിനപ്പുറം നമുക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കോഴ്സും കൂടെയാണ്. ഒരു ഡേ കെയർ അല്ലെങ്കിൽ ഒരു പ്രീ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനും ബിസിനസ് ലെവലിലേക്ക് നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാനും പറ്റുന്ന ഒരു കോഴ്സ് കൂടിയാണ്. അപ്പോൾ നമ്മുടെ കോഴ്സിൽ തന്നെ 3-4 പേര് ഓൾറെഡി ഓൺ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആലുവയിലും എറണാകുളത്തൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് നല്ലൊരു വരുമാനം, ഒരു ഓൺട്രപ്രണർ ആകാനും സാധിക്കും എന്നുള്ളതും കൂടെ ഇതിൽ പറയേണ്ട ഒരു കാര്യം കൂടെയാണ്. ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുക, അതിൽ നിന്ന് മാറി ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുക, ആ ഒരു ലെവലിലേക്ക് കുട്ടികൾ മാറുന്നു. വീട്ടമ്മമാര് മാത്രല്ല കേട്ടോ, ഏത് മേഖലയിലുള്ളവരും ഇപ്പൊ മോണ്ടിസറി കോഴ്സ് പഠിക്കുന്നു. ഇപ്പൊ എന്റെ ബാച്ചിലൊക്കെ ആണെങ്കിൽ 2-3 സിസ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ലൈവ് ക്ലാസ് ഒക്കെ വെക്കുമ്പോ മിസ്സേ എനിക്ക് പ്രയർ ആയിരുന്നു, ഞാനിപ്പോ ഓടി വരും അത് കട്ട് ചെയ്തിട്ട് ക്ലാസ് മിസ്സാവാതിരിക്കാൻ. അപ്പൊ ഏത് മേഖലയിൽ ഇപ്പൊ മോണ്ടിസറി എത്തി എന്നുള്ളതാണ്.
അപ്പോൾ നിങ്ങൾ മെന്റേഴ്സ് എല്ലാവരും സ്റ്റുഡൻസുമായിട്ട് ഭയങ്കര റിലേഷൻ കീപ്പ് ചെയ്യണമെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ലോങ് ടേം ആയിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടല്ലോ പണ്ട് പഠിച്ച, അപ്പോൾ അവരുമായിട്ടൊക്കെ ഇപ്പോഴും നിങ്ങൾ കോൺടാക്ട് ഫസ്റ്റ് ബാച്ചിലെ അല്ലെങ്കിൽ സെക്കൻഡ് ബാച്ചിലെ സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് ഇപ്പോഴും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കും. അത്രമാത്രം ബോണ്ടിങ് ആണ് മെന്റർ സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു ടീച്ചർ സ്റ്റുഡന്റ് എന്നുള്ളതിനപ്പുറം അവർക്ക് എന്തും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും ഒരു സൊല്യൂഷൻ നമ്മുടെ ഭാഗത്തുനിന്ന് അവർക്ക് എന്തെങ്കിലും പേഴ്സണൽ ദുഃഖം വന്നാലും ചിലപ്പോൾ നിങ്ങളായിരിക്കും ആദ്യം ഓർക്കുക. അതും ശരിയാണ്. അവരുടെ ഒരു പേഴ്സണൽ കാര്യം വരെ ചിലപ്പോൾ അവർ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെന്റേഴ്സ്. അതെ, ഒരു കുട്ടി കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു, എക്സാം ആണ്. അപ്പൊ ആള് ടെക്സ്റ്റ് തുറന്നപ്പം പെട്ടെന്ന് ആൾക്ക് എന്തോ ഒരു സങ്കടം, ഒരു ടെൻഷനൊക്കെ വന്നു. അപ്പൊ ആളെന്നെ വിളിച്ച് പറഞ്ഞു, മിസ് ഞാനിങ്ങനെ ടെക്സ്റ്റ് നോക്കിയിരുന്നു, എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടത് ടെക്സ്റ്റ് നോക്കിയപ്പോഴും. അതുപോലെ പേഴ്സണൽ ഇഷ്യൂസ് കാരണം കുറെ സങ്കടമുണ്ട്. അങ്ങനെ വരെ ഡൗൺ ആവുന്ന ഒരു പറ്റം സ്റ്റുഡൻസ് നമ്മളെ വിളിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോൾ അവർക്കൊന്ന് കുറച്ചു നേരം കേട്ടാൽ മതി. അവരുടെ കാര്യങ്ങൾ കേട്ടാൽ മാത്രം ചിലപ്പോൾ അവർക്കൊന്ന് റിലാക്സ്ഡ് ആകുന്ന ഒരു പറ്റം സ്റ്റുഡൻസ് ആണ്. ഈ പറഞ്ഞ പോലെ ഫാമിലി ഫാമിലി സപ്പോർട്ട് സപ്പോർട്ട് കുറവായി പിന്നെ കുട്ടികൾ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു ഡിപ്രഷൻ വരുന്ന ഒരു സ്റ്റേജും കൂടെയാണല്ലോ. നേരത്തെ ഇങ്ങനെ നമ്മളോട് ചോദിക്കും, മിസ്സേ ഇന്ന് എന്തെങ്കിലും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ, ഒരു അരമണിക്കൂർ തരാവോ, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് തരാവോ, ഒന്ന് വിളിച്ചിട്ട് വെച്ചോട്ടെ, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അതവിടെ ഒരു ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ് അല്ല. ആസ് എ മെന്റർ അല്ലെങ്കിൽ ആസ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന ഒരു സന്തോഷം, എന്നോട് സംസാരിച്ചാൽ മതിയാവോ, ഞാൻ അത്രക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ അത്രയ്ക്ക് വലിയ സംഭവമാണ്. അങ്ങനെയൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അവർക്ക് നമ്മളോട് അത്രയും ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. ഒരു വർത്താനം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ പറയും, മാം ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയി, താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ച് പോകുന്നവരും. അതേപോലെ തന്നെ നമ്മളുടെ ഈ കോഴ്സ് ഡ്രോപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഏകദേശം ഒരു 1/4 മണിക്കൂറോളം ആ കുട്ടി സംസാരിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ആ കുട്ടി പറയുന്നത്, മിസ്സേ ഇപ്പൊ ഞാൻ മിസ്സിനെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇത് ഞാൻ എന്തായാലും കോഴ്സ് ചെയ്യും, എനിക്ക് മെന്റലി അത്ര പ്രഷറാണ്, എനിക്ക് വീട്ടിൽ പറ്റുന്നില്ല, ഈ ഒരു കോഴ്സ് അങ്ങനെ എങ്ങനെയാ. ലാസ്റ്റ് ഇതെല്ലാം പറഞ്ഞു. ഇപ്പൊ ഒരു സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആള് ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടായി. ആ സ്കൂളിൽ ആൾക്ക് പ്ലേസ്മെന്റ് ആയി എന്ന് പറഞ്ഞിട്ട് എന്നെ ലാസ്റ്റ് ഡേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി. കുറഞ്ഞ ഒരു കാലയളവ് കൊണ്ട് ഒരു പ്രൊഫഷണൽ ആയി, അല്ലെങ്കിൽ ഒരു ടീച്ചർ എന്ന് പറയുന്നത് എല്ലാവരെ കൊണ്ടും അല്ലേ ഒരു അഭിമാനം കിട്ടുന്ന, അല്ലെങ്കിൽ എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു ജോബാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രൊഫൈലാണ്. അപ്പൊ അതിലെത്താൻ പറ്റിയ ആ കുട്ടിക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും മെന്റേഴ്സിനേക്കാൾ ഉപരി അവരുടെ കൗൺസിലേഴ്സ് ആണ്, അവരുടെ മോട്ടിവേറ്റേഴ്സ് ആണ് അല്ലേ? അപ്പൊ എല്ലാമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ കൂടുതൽ ടൈമും അവരുമായിട്ട് തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഒരു ഫാമിലി പോലെയാണ്. ഓക്കെ, അപ്പോൾ മിസ് ഞാൻ എൻ്റെ കസിനോട് പറയാം, എന്തായാലും മോണ്ടിസോറി കോഴ്സ് പഠിക്കണം, കരിയർ എന്തായാലും അവിടെ ബിൽഡ് ചെയ്യണം എന്ന് ഞാൻ എന്തായാലും പറയും. അപ്പോൾ നന്ദി, താങ്ക് യു.